പുത്തൻപീടികയിൽ ഭാര്യ വീടിന് നേരെ ഭർത്താവിന്റെ ആക്രമണം. ജനൽ ചില്ലുകൾ തകർത്തു. പോർച്ചിലിരുന്ന സ്കൂട്ടറിന് തീയിട്ടു. വെള്ളിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. പുത്തൻപീടിക തണ്ടാശ്ശേരി ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന തണ്ടാശ്ശേരി രാധാകൃഷ്ണന്റെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. രാധാകൃഷ്ണന്റെ മകളുടെ ഭർത്താവായ തളിക്കുളം സ്വദേശിയാണ് ആക്രമണം നടത്തിയതെന്നാണ് പരാതി. ആക്രമണം നടത്തുമ്പോൾ രാധാകൃഷ്ണന്റെ ഭാര്യയും മകളും കൊച്ചുമകനും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അക്രമാസക്തനായി എത്തിയ പ്രതി വീടിന്റെ ജനൽ ചില്ലകൾ അടിച്ചു തകർത്തു. തുടർന്ന് പോലീസ് എത്തുമ്പോഴേക്കും സ്ഥലത്തു നിന്ന് കടന്നുകളയുകയും ചെയ്തിരുന്നു. ബുള്ളറ്റിന്റെ സ്വരം കേട്ടു. ഞാൻ കറക്റ്റ് നീക്കി നോക്കിയപ്പോൾ കോളിംഗ് ബെല്ലടിച്ചിട്ട് കുറച്ചു നേരം നിന്നിട്ട് വാതിൽ തുറക്കാൻ പറഞ്ഞ് ഇറങ്ങി അങ്ങോട്ട് പോയിട്ട് പിന്നെ ബുള്ളറ്റുമ്മ കയറി പോയി. പിന്നെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു. അപ്പോൾ ഞങ്ങൾ ആ നേരത്തെ പോലീസിനെ വിളിച്ചു, ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ. അപ്പം പക്ഷെ അപ്പോഴൊന്നും അവരെത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ പിന്നെ വന്നിട്ടാണ് ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചു. പെപ്പർ സ്പ്രേ കയ്യിലുണ്ടായിരുന്നത് അടിച്ചെങ്കിലും കൂടിയിട്ട് അത് ശരിക്ക് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. കടിച്ച് കൈമുറി എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് ഈ റൂമിൻ്റെ 2 ഗ്ലാസ് അടിച്ച് പൊട്ടിച്ച് പോയിട്ട് അപ്പോഴും സാറന്മാരെത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വണ്ടി എടുത്തിട്ട് പോവുക ചെയ്തത്. അതും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പോലീസുകാരെത്തി അവർ ഫോട്ടോ എടുക്കലൊക്കെ ചെയ്ത് ഞങ്ങൾ എല്ലാ വിവരങ്ങളും ചോദിച്ചറിഞ്ഞിട്ട് പോയി. വീടും സ്ഥലമൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് പോയി. തളിക്കുളത്തിന് വീടെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോയി അന്വേഷിച്ചിട്ടാണ്. കുറേ നേരം കഴിഞ്ഞിട്ടും അവർ വിളിക്കാണ്ടായപ്പോൾ ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് വിളിച്ചു സാറന്മാർക്ക്. അപ്പോൾ പറഞ്ഞു അവനെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു 10 മണിക്ക് മുന്നായിട്ട് വന്നിട്ടാണ് ബുള്ളറ്റിൻ്റെ സ്വരം കേട്ടപ്പോൾ വീണ്ടും ഞങ്ങൾ ഗ്ലാസ്സിൽ കൂടെ തന്നെ നോക്കാൻ വന്നപ്പോഴാണ് അവിടെ ചെറിയ കുപ്പി കിടക്കുന്നുണ്ട്. അതിലാണ് പെട്രോൾ പിടിച്ചിട്ട് ഇതിലങ്ങോട്ട് കയറി വന്ന് വണ്ടിയുടെ ഓർമ്മ ഞങ്ങൾക്കില്ല. ഓർമ്മയിൽ നിന്ന് വിട്ടു. ഉള്ളിലേക്ക് ഒഴിക്കാനാ വരുന്നെന്നുള്ള ഇതിൽ ഞങ്ങൾ നീങ്ങി അങ്ങോട്ട് പോയിട്ട് നിന്നു. പക്ഷെ അവിടെ പിള്ളേരുകളും എല്ലാവരുടെയും ബഹളം കേട്ടിട്ട് ഞങ്ങൾ ആ റൂമിൻ്റെ ഗ്ലാസ്സിൽ കൂടെ നോക്കിയപ്പോഴും തീയിൻ്റെ നാളം വരുന്നത് കണ്ടത്. അപ്പോഴും ഞങ്ങൾക്ക് വണ്ടിയാണ് കത്തിച്ചിരിക്കുന്നുള്ളത് മനസ്സിലായത്. അങ്ങനെ പോയി എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ഡോറ് തുറന്ന് വെള്ളം ഒഴിച്ചു. ഞാനും മോളും കൂടി വെള്ളം ഒഴിച്ച് കെട്ടു തീ. അപ്പോഴേക്കും വീണ്ടും ബുള്ളറ്റിൻ്റെ സ്വരം പടിഞ്ഞാറ ഭാഗത്തുനിന്ന് കേട്ടപ്പോൾ കയറി ഞങ്ങൾ ഡോറ് പൂട്ടി. അപ്പോൾ ഇത് കെട്ടുമെന്ന് കണ്ടപ്പോൾ വീണ്ടും ബാക്കിയുള്ള പെട്രോൾ വീണ്ടും കൊണ്ടുവന്ന് ഒഴിച്ചിട്ട് വീണ്ടും കത്തിച്ചിട്ടിട്ട് പോയി. പിന്നീട് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം തിരികെ എത്തി ഇവരുടെ വീടിന് മുന്നിൽ വെച്ചിരുന്ന ഇരുചക്ര വാഹനം തീയിട്ട് നശിപ്പിക്കുകയായിരുന്നു. ഇയാൾ 10 മാസം മുൻപ് ഈ വീട്ടിൽ ആക്രമണം നടത്തിയിട്ടുള്ളതായി കുടുംബം പറയുന്നു. ഇതുകൂടാതെ യുവതി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനും കേസുകൾ ഉള്ളതായും സംഭവവുമായി ബന്ധപ്പെട്ട് തളിക്കുളം സ്വദേശി ഷക്കീറിനെ പിടികൂടാനുള്ള ശ്രമത്തിലാണെന്നും പോലീസ് പറഞ്ഞു.